സിഡ്നിയിലെ ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ട് നടന്ന മാരകമായ വെടിവയ്പിൽ ഇറാന് ബന്ധമുണ്ടോ എന്ന് യുഎസും ഓസ്ട്രേലിയയും അന്വേഷിക്കുന്നതായി റിപ്പോർട്ട്. സമീപകാലങ്ങളിലായി ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഇറാൻ പിന്തുണയോടുകൂടി വർദ്ധിക്കുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ട് നടന്ന മാരകമായ വെടിവയ്പുമായി ഇറാന് ബന്ധമുണ്ടോ എന്ന് യുഎസ് അധികൃതർ അന്വേഷിച്ചു വരികയാണെന്ന് ഓസ്ട്രേലിയയിലെ ജൂത സമൂഹ നേതാവ് പറയുന്നു. 12 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തെ ഒരു ഭീകരാക്രമണമായി പോലീസ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ നടന്ന ഹനൂക്ക ആഘോഷത്തിലാണ് തോക്കുധാരികൾ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആകുമോ എന്ന് ഓസ്ട്രേലിയയുടെ വിദേശകാര്യ മന്ത്രാലയം പരിശോധിച്ചു വരികയാണെന്ന് സയനിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഓസ്ട്രേലിയയുടെ പ്രസിഡന്റ് ജെറമി ലീബ്ലർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓസ്ട്രേലിയൻ ഉദ്യോഗസ്ഥർ പരസ്യമായി ഏതെങ്കിലും വിദേശ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ശക്തമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഇറാനെ പ്രാഥമിക സംശയരാജ്യമായി കാണുന്നു. അതേസമയം ഹിസ്ബുള്ള, ഹമാസ്, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബ എന്നിവയുൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുമായുള്ള സാധ്യതയുള്ള ബന്ധവും പരിശോധിക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സമീപ മാസങ്ങളിൽ ലോകമെമ്പാടുമുള്ള ഇസ്രായേലി ജൂത ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആക്രമണത്തിന്റെ ദിശയും അടിസ്ഥാന സൗകര്യങ്ങളും ഇറാനിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ഇറാന്റെയും സഖ്യകക്ഷികളുടെയും പ്രവർത്തനം സമീപ മാസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചുവെന്ന് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നു. എന്നാൽ ആരോപണങ്ങളെക്കുറിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.